എന്തിനാ ജാനെന്തിനാ കരയണേ? ഇപ്പം ഞങ്ങൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയെ കൂടി ചേർത്താനാണ് കേട്ടോ. അതെ, ഒരു ന്യൂ മെമ്പർ കൂടി നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവാണ്. അത് വേറെ ആരല്ല, ഇതിലൊരുത്തയാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ നാൾ 10-13 കൊല്ലത്തോളം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വയസ്സായി, ആളെ പോകേണ്ട വന്ന സാഹചര്യത്തിൽ ആൾ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡോറയുടെ ഒരു കുട്ടിയെയും കൂടി നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ. ഡോറയുടെ കുട്ടി ഇതുപോലെ നമ്മൾ കുറേ അന്വേഷിച്ച് അവസാനമാണ് നമ്മുടെ വീടിനടുത്ത് തന്നെ ഈ ഡോറ കുട്ടികളെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഒരു മോളെ എടുത്തുകൊണ്ട് വരാണേ. അപ്പോൾ ഇവൾക്ക് നമ്മൾ പേരിട്ടേക്കുന്നത് റൂബി എന്നാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് ഒരു പട്ടിക്കുട്ടിയെ വേണമെന്ന്. അപ്പോൾ അവർക്ക് ഇതൊരു സർപ്രൈസ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവരെയും കൂടി സർപ്രൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ കാറിലൊക്കെ ഒരു കുഞ്ഞു പെട്ടിയിലൊക്കെ ആക്കി അവളെ കൊണ്ടുപോയി ഇനി വീട്ടിലേക്ക് പോയിട്ട് മക്കളെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് പേടിച്ചു കേട്ടോ. ആദ്യമായിട്ടാണല്ലോ അമ്മയുടെ അടുത്തുനിന്ന് പോയി ഈ പെട്ടിയിലൊക്കെ കാറിലൊക്കെ യാത്ര ചെയ്ത്. അപ്പോൾ കുറച്ച് പേടിച്ചു. എന്നാലും നമ്മൾ പറ്റാവുന്നത്ര ആളെ കെയർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ള എക്സ്പ്രഷൻ ഭയങ്കര രസമായിരുന്നു. കാരണം പട്ടിക്കുട്ടിയെ കണ്ട വശം തന്നെ ജാനും എല്ലാം കരഞ്ഞു തുടങ്ങി. കാരണം അവൾക്ക് പണ്ടത്തെ ജോലിയുടെ ഓർമ്മയൊക്കെ വന്നു എന്നാണ് കേട്ടോ അവൾ പറയണേ. അപ്പോൾ പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അവൾ ഈ കരച്ചിലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ജാനും ഇഷാനിയും മക്കളെല്ലാവരും ഒരു പുതിയ കുഞ്ഞാവേയും കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ നിറച്ച് കുട്ടികളായി നമ്മുടെ വീട്ടിൽ. അപ്പോൾ റൂബി ആണെങ്കിലും അവൾ പുതിയ വീടും വീട്ടുകാരെയും സ്ഥലം എല്ലാം ഓടിക്കറങ്ങി കാണാൻ കേട്ടോ. കണ്ടോ, അച്ഛനും അമ്മയും മക്കളും ചേച്ചിയും എല്ലാവരും അവളെ വന്ന് വെൽക്കം ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ മക്കൾക്കും അതൊരു ഭയങ്കര കൊച്ചു കുട്ടികളുടെ കയ്യിലൊരു കുഞ്ഞു പട്ടിക്കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഞാനായാലും കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ വേണം, പൂച്ചക്കുട്ടിയെ വേണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇനി ഇവളെ ചെറുതിലേ വളർത്തേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കല്ലേ. അടുത്ത വീട്ടിൽ നിന്ന് ഗായത്രിയൊക്കെ വന്നു, കുഞ്ഞുജാനും എല്ലാം വന്നു, അവളെ പുതിയ ആളെ കാണണമല്ലോ. അപ്പോൾ അവളും കണ്ടു, റൂബി അവരെയും കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വലുതുകാലം വെച്ച് നമ്മളെ അവളെ വീട്ടിൽ കയറ്റുകയാണ്. ഇനി ഈ ആളെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണം എല്ലാം കൊടുത്ത് ഇനി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് റൂബിയുടെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.